കഴക്കൂട്ടം സ്വദേശിയായ അഭിഷേക് JS എന്ന മിഷണറി പ്രവർത്തകന്റെ അനുഭവ സാക്ഷ്യമാണ് സാക്ഷ്യകൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. ക്രൈസ്തവ ഗായകനും കീബോർഡ് ആർട്ടിസ്റ്റുമാണ് അഭിഷേക്. ഇല്ലായ്മകളുടെ നടുവിൽ വളർന്നു വന്ന ബാല്യകാലം. വ്യക്തിപരമായ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് അഭിഷേക് വളർന്നു വന്നത്. ദൈവം എന്നെ നടത്തിയ വഴികളെ, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ, ദൈവം നൽകിയ അനുഭവങ്ങളെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ വലിയൊരു അവസരമായി, ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. എൻ്റെ പേര് അഭിഷേക് എന്നാണ്. എൻ്റെ സ്വദേശം കഴക്കൂട്ടമാണ്. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു ക്രിസ്തീയ വിശ്വാസ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്രായം മുതലേ ദൈവിക കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവഭക്തിയോടെ ജീവിപ്പാനും ദൈവം കൃപ ചെയ്തു. ഞങ്ങളുടെ കുടുംബത്തിൽ പിതാവ്, മാതാവ്, മൂത്ത മകനാണ് ഞാൻ. സഹോദരിയുണ്ട്. എൻ്റെ പിതാവ് ജനിച്ച് വളർത്തപ്പെട്ട സ്ഥലം പൊന്മുടിയാണ്. പ്രകാരം അവിടെ തോട്ടം തൊഴിലാളിയുടെ മകനായി ജനിച്ച് വളർത്തപ്പെട്ടു. അവിടെ തേയില എസ്റ്റേറ്റിൽ തന്നെ ജോലി ചെയ്തു. സത്യവചനം, സുവിശേഷം അറിഞ്ഞിരുന്നില്ല. ഒരു ഹൈന്ദവ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ അങ്ങനെ ജീവിച്ചു പോന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം കേൾക്കുവാനും ഇടയായിത്തീർന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ മകനായി ആ ഒരു നിലവാരത്തിലേക്ക് സുവിശേഷം കേട്ട് യേശു കർത്താവിനെ സ്വന്തം കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് മുന്നോട്ട് വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ വിളി മനസ്സിലാക്കി സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. തമിഴ്നാട്ടിലും അതുപോലെ ഇടുക്കിയുടെ പ്രദേശങ്ങളിൽ, തിരുവനന്തപുരത്ത് പല പ്രദേശങ്ങളിലും സുവിശേഷ പ്രവർത്തനവുമായി മറ്റ് ചില ദൈവദാസന്മാരോടൊപ്പം ആയിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ വിലയേറിയ വേല ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അനേകരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാനും അനേകം സുവിശേഷകരെ ദൈവത്തിന് വേണ്ടി വാർത്തെടുപ്പാനും ദൈവം സഹായിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും വിവാഹം നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. മാതാവിൻ്റെ സ്വദേശം കഴക്കൂട്ടമാണ്. മാതാവ് ചെറുപ്രായം മുതലേ തന്നെ ക്രൈസ്തവ വിശ്വാസ പശ്ചാത്തലത്തിൽ വളർത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രകാരം ഇരുവരുടെയും വിവാഹം നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷവും പല സ്ഥലങ്ങളിലും സുവിശേഷ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിതാവിനും മാതാവിനും 3 വർഷങ്ങളായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല. അങ്ങനെ വലിയ ഭാരത്തോടെ, പ്രയാസത്തോടെ ആയിരുന്നു. എൻ്റെ മാതാവ് ദൈവസന്നിധിയിലൊരു തീരുമാനമെടുത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവമേ, അങ്ങ് എനിക്കൊരു ആൺ തലമുറയെ തരികയാണെങ്കിൽ അവനെ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും. അതുമാത്രമല്ല 10 സഭകളിൽ കടന്നുപോയി ഈ സാക്ഷ്യം, ദൈവം എനിക്കൊരു ആൺ പൈതലിനെ തന്നു എന്നുള്ളൊരു സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായിത്തീരുമെന്നുള്ളൊരു തീരുമാനത്തോടെ ഒരു പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവം മാതാവിൻ്റെ പ്രാർത്ഥന കേട്ട് കരുണ തോന്നി ഒരു ആൺ കുഞ്ഞിനെ നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവസന്നിധിയിൽ നേർന്നതുപോലെ തന്നെ അമ്മ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്രകാരം ദൈവം പല അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് പല അനുഭവങ്ങളും ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ചെറിയൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. പിതാവ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷം പലവിധമായ കഷ്ടതയും ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നുപോയത്. ഒരു ദിവസം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഭവനത്തിൽ ഒരു ദിവസം രാവിലെ ഞങ്ങൾക്ക് അന്നത്തേക്ക്, ഞാനന്ന് കുഞ്ഞാണ്, മാതാവിൽ നിന്ന് ലഭിച്ച ഒരു അനുഭവമാണ്. കഞ്ഞി വയ്ക്കാനായിട്ട് അരിയില്ല. രാവിലെ കാപ്പിക്ക് വേണ്ടുന്ന ഉണ്ടാക്കാനുള്ള മാവൊന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്യുമെന്നിങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്താണ് ഞങ്ങളുടെ താമസിക്കുന്ന വീടിന് താഴെയായിട്ടൊരു ചർച്ചുണ്ട്. അവിടെയുള്ള ദൈവദാസൻ ഇടയ്ക്കിടയ്ക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അന്ന് രാവിലെ ആ ദേവദാസൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. സാധാരണയായി ആ ദേവദാസൻ വൈകുന്നേരങ്ങളിലാണ് വിസിറ്റിങ്ങിന് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് രാവിലെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു 50 രൂപ പിതാവിൻ്റെ കയ്യിൽ നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്രകാരം ദൈവം ഒരു നന്മയൊരുക്കി. അതുകൊണ്ട് അന്ന് അരി വാങ്ങിക്കുവാനും കാപ്പിക്കുള്ള മാവ് വാങ്ങിക്കുവാനെല്ലാം ദൈവം വഴിയൊരുക്കി. പ്രകാരം പല അനുഭവങ്ങളും പല അത്ഭുതങ്ങളും കാണുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. എൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ചെറിയ പ്രായം മുതലേ പിതാവിൻ്റെ ശുശ്രൂഷയും ആ ഒരു പ്രാർത്ഥന എല്ലാം കണ്ട് ഒത്തിരി അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ ചെറിയ പ്രായം മുതലേ ദൈവത്തിന് വേണ്ടി ദൈവവേല ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളത്തിനകത്ത് കടന്നുകൂടുവാനായിട്ടിടയായിത്തീർന്നു. വലുതാകുമ്പോൾ യഥാർത്ഥമായിട്ടും ഒരു സുവിശേഷകനാകണമെന്നുള്ളൊരു ആഗ്രഹം ചെറിയ പ്രായം മുതൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ അപ്രകാരം ഒരു വിത്തിടുവാനായിട്ടിടയായിത്തീർന്നു.
അങ്ങനെ +2 കഴിഞ്ഞ് എൻ്റെ കോളേജ് ലൈഫ് ആരംഭിക്കുകയാണ്. സുവിശേഷ വേല ചെയ്യണമെന്നുള്ള താല്പര്യം ഉള്ളപ്പോൾ തന്നെ തുടർ പഠനം ഡിഗ്രി എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം, തുടർന്നും നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിനകത്തുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിഗ്രി കോഴ്സ് എടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ കോഴ്സിന് കടന്നുപോയി ചില മാസങ്ങൾ പഠനം നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കും എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ, പഠനത്തിൽ പഠിച്ചു മുന്നേറുവാൻ കഴിയാതെ പലതരത്തിലുള്ള പ്രയാസ മേഖലകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ കാലഘട്ടം 2019, 20, 21 ഭൂലോകമെങ്ങും കൊറോണ എന്ന മഹാവ്യാധി പിടിച്ച് എല്ലാവരും ഭവനത്തിലായിരിക്കുന്ന ആ ഒരു സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം അനുഭവപ്പെടുന്നത്. അങ്ങനെ 2019 എൻ്റെ പഠനം ആരംഭിച്ചു. അതിനുശേഷം 2019 അവസാനമാണ് കൊറോണ വന്ന് എല്ലാവരും വീട്ടിലേക്ക് വരുന്ന ഒരു അനുഭവം. അപ്പോൾ ക്ലാസ് തുടങ്ങി ചില നാളുകൾ വളരെ പ്രതീക്ഷയോടെ, വളരെ ആഗ്രഹത്തോടെ, വളരെ ആ ഒരു ചിന്തയോടെ പഠിക്കാനായിട്ട് കടന്നു പോയതാണ്. പക്ഷേ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. വല്ലാത്ത തകർച്ചകളും ആഗ്രഹിച്ച് പോയിട്ട് പഠിക്കാൻ കഴിയാതെ ഉള്ള അനുഭവങ്ങൾ, അങ്ങനെ ഒത്തിരി നിരാശയുടെ, ഒത്തിരി കരഞ്ഞ അനുഭവങ്ങൾ, ഒത്തിരി തകർന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുകയാണ്, എൻ്റെ പിതാവ് മാതാവ് ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്, എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, എന്നേക്കാൾ പഠിക്കാൻ കഴിയാത്ത കൂടെയുള്ളവർ പഠിച്ച് മുന്നോട്ട് പോകുന്നു, എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല. ദൈവം ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന്, ഞാനും പിതാവും ഉണ്ടായിരുന്നു. പിതാവ് വെളിയിലേക്ക് ഒരാവശ്യമായിട്ട് പോയി. ഞാൻ അന്ന് ആ മുറിക്കകത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ദൈവത്തിൽ ആശ്രയിച്ചാണ് ഞാൻ പഠിക്കാനായിട്ട് കടന്നു പോയത്. ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ഇപ്രകാരം പഠിച്ച് മുന്നേറണമെന്ന്. പക്ഷേ എനിക്കെന്തുകൊണ്ട് കഴിയുന്നില്ല, എന്തുകൊണ്ട് ഇപ്രകാരം പരാജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒത്തിരി കരഞ്ഞു. അവിടെ നിന്ന് ഞാൻ നടുക്കുള്ളൊരു റൂമിലേക്ക് കടന്നു. അവിടെ ഇരുന്ന് ഒത്തിരി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അന്ന് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു, ദൈവം എന്നെ ഉണർത്തിച്ചത് ഇപ്രകാരമാണ്, ഞാൻ നിനക്ക് പാടുവാനുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട്. ചെറുപ്രായം മുതലേ ദൈവഭക്തിയോടെ വളർന്ന് 16-ാമത്തെ വയസ്സിൽ ദൈവത്തെ സ്വന്തം കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച് ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് സ്നാനപ്പെട്ട് ആ ഒരു ദൈവ പൈതലായി ദൈവം പാടുവാനുള്ള കഴിവ് തന്നു. അത്യാവശ്യം കീബോർഡ് പ്ലേ ചെയ്യാനുള്ള കഴിവ് തന്നു. പാട്ടുകൾ എഴുതുവാനുള്ള കഴിവ് തന്നു. എന്നെ അത് ഒന്നുകൂടി ദൈവം ഉണർത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് ഞാനൊരു ദൈവസന്നിധിയിൽ തീരുമാനം, ദൈവമേ, എനിക്കിനി എവിടെ പാടുവാൻ അവസരം കിട്ടിയാലും, ഏത് മേഖലയിലായിരുന്നാലും ദൈവത്തിന് വേണ്ടി പാടുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. മുന്നമേ ഒരു തീരുമാനമുണ്ട്, പക്ഷേ ഒന്നും കൂടെ അതിനെ പുതുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നിരാശയുടെ കയങ്ങളിൽ താണുപോയ മനസ്സിലേക്ക് പിന്നീട് നിറഞ്ഞൊഴുകിയത് ദൈവകൃപയുടെ നീർച്ചാലുകളാണ്. ഇന്ന് ദൈവം നൽകിയ ശബ്ദം, പാടാനുള്ള കഴിവ് എല്ലാം യേശുവിനായി നൽകിയിരിക്കുകയാണ് അഭിഷേക്. പിന്നെയും വല്ലാത്ത ഒരു നിരാശയുടെ അടിത്തട്ടുകളിലേക്ക് എൻ്റെ ജീവിതം കടന്നുപോയി. ഞാൻ ഒതുക്കപ്പെട്ടവനെ പോലെ, എല്ലാവരും കൊറോണ സമയം കുടുംബമായും സന്തോഷത്തോടെയൊക്കെ ആയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു പ്രയാസം. കർത്താവേ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഞാൻ എപ്രകാരം എൻ്റെ പഠനം, ഇനി എന്താണ് എൻ്റെ മുന്നിലേക്കുള്ള വഴിയെന്ന് പല ചോദ്യങ്ങൾ, പലതരത്തിലുള്ള ചിന്തകൾ, പലതരത്തിലുള്ള ചിന്താഭാരങ്ങൾ. എൻ്റെ മാതാവും പിതാവും ഒത്തിരി പ്രതീക്ഷയോടെയാണ് എന്നെ പഠിക്കാൻ വിട്ടത്. പക്ഷേ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഒത്തിരി പണം ചിലവഴിച്ചു, എന്തുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല, ഞാൻ നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്നതല്ലേ. അങ്ങനെ പലവിധമായ നിരാശകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ നിരാശയുടെ അടിത്തട്ടിലേക്ക് എൻ്റെ ജീവിതം പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ദിനം പ്രതി എൻ്റെ ആരോഗ്യ നിലയും പിന്നിലേക്ക്, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് നേരെ ഭക്ഷണം കഴിക്കാതെ ആയി. നേരെ ഏകാഗ്രതയില്ലാത്ത അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. മാനസികമായി ഒത്തിരി തകർന്നു. മറ്റുള്ളവരുടെ മുമ്പാകെ എങ്ങനെ നിൽക്കും, ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു, ഞാൻ എപ്രകാരം മുന്നോട്ട് പോകും, എൻ്റെ ഭാവി എന്തായിത്തീരുമെന്നുള്ള വല്ലാത്തൊരാശങ്ക എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചിന്താമണ്ഡലത്തിൽ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്രകാരം എൻ്റെ ജീവിതം വലിയ വിഷമത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമയം, ദിനം തോറും എൻ്റെ നേച്ചറിന് വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചു. പലതരത്തിലുള്ള ചിന്താഭാരങ്ങൾ എന്നെ അലട്ടി.
എൻ്റെ ഭാവി എന്തായിത്തീരും, എനിക്കിനി മുന്നോട്ട് പോകുവാൻ കഴിയുമോ, ഞാൻ പോലും അറിയാതെ തന്നെ എൻ്റെ സ്വഭാവത്തിന്, എൻ്റെ നേച്ചറിന് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനായിട്ടിടയായിത്തീർന്നു. മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മറ്റുള്ളവരോട് സംസാരിക്കുവാൻ, ഒന്ന് ചിരിക്കുവാൻ, ഒന്ന് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളിലേക്ക് എൻ്റെ ജീവിതം എത്തപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്ന വഴിയിലാണ് യേശു കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ നില എന്താകുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ തേടി വന്നതുകൊണ്ട് തിരിച്ചെന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ ദൈവം തൻ്റെ എന്നെക്കുറിച്ചുള്ള പദ്ധതികളിലേക്ക് എന്നെ വഴിതിരിച്ചു വിടുവാനായിട്ടിടയായിത്തീർന്നു. എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുവാനായിട്ടിടയായിത്തീർന്നു. ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളതുകൊണ്ട് ദൈവം എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടിടയായിത്തീർന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ദൈവത്തിന് വേണ്ടി പാടുവാൻ, പല ഓൺലൈൻ മീറ്റിങ്ങുകളിലും ദൈവനാമമഹത്വത്തിന് വേണ്ടി പാടുവാൻ ദൈവം അവസരമൊരുക്കി. ഞാൻ ചിന്തിച്ചു, ഞാൻ സ്വയമേ വിധി എഴുതി എനിക്കിനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, ഇതോടെ എല്ലാം തകർന്നു, ഞാൻ ഈ ഭവനത്തിനകത്ത് ഒതുങ്ങപ്പെട്ടവനായി തീരുമെന്നുള്ള ആ ഒരു ചിന്തയോടെയായിരുന്നു. പക്ഷേ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ പല നിലവാരങ്ങളിൽ ദൈവം ഉപയോഗിക്കുവാനായിട്ടിടയായിത്തീർന്നു. പാടുവാൻ, അതുപോലെ തന്നെ കീബോർഡ് പ്ലേ ചെയ്ത് വർഷിപ്പ് ചെയ്യുവാനെല്ലാം ദൈവം അവസരങ്ങളെ ഒരുക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുവാനായിട്ടിടയായിത്തീർന്നത്. 2022 മെയ് മാസമാണ് പിതാവ് ഉദരസംബന്ധമായൊരു രോഗത്താൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ടിടയായിത്തീർന്നത്. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, ഞങ്ങൾ ഒട്ടും ചിന്തിച്ചിരുന്നില്ല. പെട്ടെന്ന് ആ രോഗം വന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയായിരുന്നു. നമുക്ക് സ്വന്തമായി വസ്തുവോ ഭവനമോ ഒന്നുമില്ല. ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, ദൈവം അയച്ച സ്ഥലത്ത് കടന്നുപോയി ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, അപ്രകാരം ഒരു അനുഭവങ്ങളിലായിരുന്നത് കൊണ്ട് തുടർന്ന് എന്ത് ചെയ്യണം, തുടർന്ന് എങ്ങനെ മുന്നോട്ട് പോകണം, കുടുംബനാഥൻ നഷ്ടപ്പെട്ടു പോയെന്നുള്ള പലവിധമായ ചിന്തകൾ അലയ്ക്കുവാനായിട്ടിടയായിത്തീർന്നു. എൻ്റെ പിതാവ് ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിക്കുന്നത്. ആ സമയം ഞാൻ പഠനവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിലായിരുന്നു. പിതാവിൻ്റെ മരണമറിഞ്ഞ് തിരിച്ച് ഭവനത്തിലേക്ക് കടന്നു വന്നു. 2 ദിവസം കഴിഞ്ഞാണ് അടക്ക ശുശ്രൂഷയൊക്കെ നടക്കുവാനായിട്ടിടയായിത്തീർന്നത്. അന്ന് രാത്രി നമുക്കറിയാം, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, അവരെക്കുറിച്ച് നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരുന്ന ആ ഒരു ചിന്തകൾ ഇപ്രകാരമായിരിക്കും എന്നുള്ള ചിന്തകൾ, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് അടിഞ്ഞ ആ ഒരു നിലവാരത്തിൽ എൻ്റെ ജീവിതം മാറ്റപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. ഒത്തിരി കരഞ്ഞു. എന്തുകൊണ്ടാണ് ദൈവമേ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇപ്രകാരം ഒരു അനുഭവം വന്നതെന്നുള്ള പല ചിന്തകൾ ചിന്താമണ്ഡലത്തിൽ വന്നു. അന്ന് രാത്രി എൻ്റെ ഭവനത്തിൽ റൂമിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞങ്ങളൊരു പാസ്റ്ററുണ്ട്, എൻ്റെ അങ്കിളുണ്ട്, ഞങ്ങളെല്ലാം ഇങ്ങനെ തറയിൽ കിടക്കുകയാണ്. ആ സമയത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ്. അടുത്ത ദിവസമാണ് അടക്കം. അത് രാത്രി കിടക്കുമ്പോൾ പലവിധമായ ചിന്തകൾ, ഭാവിയെക്കുറിച്ച് എന്തായിത്തീരും, സഹോദരിയുണ്ട്, സഹോദരിയുടെ പഠനം, എൻ്റെ ഭാവി, മറ്റ് ചിന്തകൾ എല്ലാം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി കിടക്കുന്ന നിമിഷത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം ഒരു വചനശകലം നൽകുവാനായിട്ടിടയായിത്തീർന്നത്. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഇപ്രകാരം ഒരു വേദശകലം നൽകുവാനായിട്ടിടയായിത്തീർന്നു. ഞാൻ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും, മനുഷ്യൻ നിന്നോട് എന്ത് ചെയ്യുമെന്നുള്ള ആ വചനം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ വചനം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നപ്പോൾ തന്നെ ഒരു വലിയ ബലം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ശരീരത്തിൽ ദൈവം നൽകുവാനായിട്ടിടയായിത്തീർന്നു. അപ്രകാരം അന്ന് ദൈവം എന്നോട് സംസാരിച്ചതുകൊണ്ട്, അപ്രകാരം ദൈവം അന്ന് ഇടപെട്ട ആ ഒരു ഇടപെടലാണ് ഇന്നും ഈ ഒരു രീതിയിൽ നിലനിൽക്കുവാൻ ദൈവം സഹായിക്കുവാനായിട്ടിടയായിത്തീർന്നത്. എൻ്റെ പഠനം ഉപേക്ഷിക്കപ്പെട്ടു.
അതിനുശേഷം പിന്നെയും പിതാവ് ചുമന്ന പെട്ടകം ചുമന്നുകൊണ്ട് ദൈവത്തിൻ്റെ വേലയിൽ വ്യാപൃതനാകുവാൻ ദൈവം സഹായിക്കുന്നു. അതുപോലെ തന്നെ പല നിലകളിലും ശുശ്രൂഷ മേഖലയിൽ ആയാലും എല്ലാ മേഖലയിലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവം സഹായിക്കുന്നു. എന്തായിത്തീരും ആ സമയത്ത് പലവിധമായ ചിന്തകളായിരുന്നു ബന്ധുമിത്രാദികളുടെ ഇടയിലായാലും മറ്റു കൂട്ടു സ്നേഹിതരുടെ ഇടയിലായാലും ഇവരുടെ സാഹചര്യം എങ്ങനെ മുന്നോട്ട് പോകും. ഇന്ന് വരെയും ദൈവം വിശ്വസ്തനായി ആരുടെ മുമ്പിലും കൈ നീട്ടുവാൻ അനുവദിക്കാതെ ദൈവത്തിൻ്റെ വിശ്വസ്തത ഇതുവരെ ഞങ്ങളെ കുടുംബമായി നിലനിർത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, പലവിധമായ അനുഭവങ്ങളിലൂടെയാണ് ക്രിസ്തീയ സുവിശേഷ വേലയിൽ ദൈവം ഞങ്ങളെ വഴി നടത്തിയത്. എൻ്റെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. പിതാവ് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ ദൈവം എന്നെ കൊണ്ടുവന്ന വഴികൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന തകർച്ചകൾ, എൻ്റെ ജീവിതത്തിൽ വന്ന വേദനകൾ അതൊരിക്കലും നഷ്ടത്തിനല്ല. എൻ്റെ ചിന്തയിൽ അത് നഷ്ടമായി പോയാലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം എന്നെ ആ നിലകളിൽ പണിയുകയായിരുന്നുവെന്ന് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീരുന്നു. ഒരുപക്ഷേ ഞാൻ പഠിച്ചിരുന്ന ആ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു നിലവാരത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമായിരുന്നു. പക്ഷേ ദൈവം എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ എന്നോട് സംസാരിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ആലോചനകൾ നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവം വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നും ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ ആ കരത്തിൻ്റെ പരിപാലനം നമ്മെ വഴി നടത്തുന്നു. അതുകൊണ്ട് ഇന്നും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, അനേക ഇടങ്ങളിൽ ചെന്ന് ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പാടുവാൻ, കീബോർഡ് പ്ലേ ചെയ്യുവാൻ, വർഷിപ്പ് ചെയ്യുവാൻ, ദൈവം അയക്കുന്ന സ്ഥലങ്ങളിൽ പോയി ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ ദൈവം ബലപ്പെടുത്തുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നു. BTH സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. പ്രൈവറ്റായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ദൈവനാമമഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം സഹായിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, എനിക്ക് നിങ്ങളോടൊരു സന്ദേശം കൈമാറാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മുടെ പദ്ധതികൾ അത് കറക്റ്റ് ട്രാക്കിലേക്ക് വരാതാകുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ ജീവിതം തീർന്നു, നമ്മുടെ പദ്ധതി പ്രകാരം നമ്മളുടെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കും. പക്ഷേ അതിലപ്പുറമായി ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, എൻ്റെ വഴികളുമല്ല നിങ്ങളുടെ വഴികൾ. അങ്ങനെയെങ്കിൽ നമ്മുടെ വഴികൾ പരാജയപ്പെടുമ്പോൾ, നമ്മുടെ പ്ലാനുകൾ തകരപ്പെടുമ്പോൾ, നമ്മുടെ ചിന്തകൾ അത് നിവർത്തിയാകാതെ വരുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകേണ്ട, നമ്മൾ തളർന്നു പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്രത്യേക പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നയിക്കുവാനാണ് പലവിധമായ കഷ്ടതകളും പലവിധമായ വേദനകളിലൂടെയും ദൈവം നമ്മെ കയറ്റി വിടുന്നത്. യേശു കർത്താവ് എന്നെ വിടുവിച്ചതുകൊണ്ട്, യേശു കർത്താവ് എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഇന്നും യേശു കർത്താവിൻ്റെ സാക്ഷിയായി അനേകരുടെ മുൻപാകെ യേശു കർത്താവിൻ്റെ സ്നേഹത്തെ പറയുവാൻ, ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ യേശുവാണെന്ന് പറയുവാൻ ദൈവം അതിനുള്ള കൃപയും ബലവും തന്ന് നിലനിർത്തുന്നു. ഇനിയും അന്ത്യത്തോളം ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ദൈവം ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസഘട്ടങ്ങളിൽ നാം തളർന്നു പോകേണ്ടതില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ആ പദ്ധതി അന്ത്യത്തോളം നിവർത്തിപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തെ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവിക ദർശനങ്ങളെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സുവിശേഷ പ്രവർത്തകനാണ് അഭിഷേക്. യേശു